എന്തിനാണെന്നോ? പുതിയ സഹപ്രവർത്തകരെ മധുരം കൊടുത്ത് പരിചയപ്പെടാൻ. നല്ല തുടക്കത്തിന് മധുരം ബെസ്റ്റാണത്രേ. ഇത് അമ്മ തന്നുവിട്ടതാ പാൽപ്പായസം. പക്ഷെ ഇത് അമ്മ ഉണ്ടാക്കിയതല്ല. വീടിന്റെ അടുത്ത് ഒരു കൃഷ്ണന്റെ അമ്പലമുണ്ട്, അവിടെ വഴിപാട് കഴിപ്പിച്ചതാ. എന്റെ അമ്മ വലിയ കൃഷ്ണഭക്തയാ. മോഹൻ കഴിക്കൂ. ഓ, പാൽപ്പായസം എനിക്ക് വേണ്ട. ഷുഗറാ. ഷുഗർ ഉള്ളവരെ ശരീരം കണ്ടാ അറിയാം. മോഹന് ഷുഗറൊന്നുമില്ല. ഷുഗർ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് മധുരം കഴിക്കാൻ പാടില്ലാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഏത് ഡോക്ടർ? ഡോക്ടറുടെ പേര് ചീട്ടിലുണ്ട്. നാളെ കൊണ്ടുവന്ന് കാണിച്ചു തരാം. സൗന്ദര്യ എടുക്ക. വേണ്ട, എനിക്കും ഷുഗർ വരാൻ സാധ്യതയുണ്ടെന്നേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ജയന്തി ചേച്ചി. അയ്യോ, എന്റെ വയറ് ഫുള്ളായി, ഇനി ഒന്നും കഴിക്കാൻ പറ്റില്ല. ഇനി ഞാൻ ആരോടും പറയുന്നില്ല. എന്റെ ഉണ്ണിയപ്പവും പാൽപ്പായസവും ആർക്കും വേണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിന്റെ കാരണവും എനിക്ക് മനസ്സിലായി. അല്ല മോഹൻ, ഞാനും നിങ്ങളുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നോണ്ട് വിരോധമുണ്ടോ? വേണ്ട, ഞങ്ങൾ ഇവിടുന്ന് മാറിത്തരാം. ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചോ. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. നന്ദൻ, വാ ഇവിടെ ഇരിക്കാം. വേണ്ട, മോഹൻ ഇഷ്ടാവില്ല. അതൊന്നും സാരമില്ല, വാ. ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കാം. ഇരിക്കാം. ജയന്തി, പാറു ആദ്യമായിട്ട് ജോലിക്ക് വന്ന ദിവസം നിനക്ക് ഓർമ്മയില്ലേ? അന്ന് നീ ഇവളോട് എന്താ പറഞ്ഞത്? ഒരുമിച്ചിരുന്ന് കഴിക്കാം, ഇവിടെ സീനിയർ എന്നോ ജൂനിയർ എന്നോ ഒന്നും ഇല്ലാന്ന്, എല്ലാവരും ഒരു കുടുംബമാണെന്ന്, അല്ലേ? നന്ദനും നമ്മളിൽ ഒരാളാ. എന്നിട്ട് നീ എന്താ ഇവനെ ഈ കുടുംബത്തിൽ ഒരാളായി കാണാത്തത്? സൗസോ, നീ ഇവിടെ ആദ്യമായിട്ട് ജോലിക്ക് വന്ന ദിവസം നിനക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവില്ല. വീട്ടിൽ നിന്ന് നീ കൊണ്ടുവന്ന ടിഫിൻ നീ എവിടെയോ മറന്നു വെച്ചു. എന്നിട്ടും നിനക്ക് കാലി വയറുമായിട്ട് ജോലി ചെയ്യേണ്ടി വന്നില്ല. സാവിത്രി ചേച്ചിയുടെ ആഹാരത്തിന്റെ പകുതി നിനക്ക് തന്നു. നമ്മളോടൊരാൾ ദയ കാണിച്ചാൽ അർഹതയുള്ള മറ്റൊരാളോട് നമ്മളും ദയ കാണിക്കണം. നിന്റെ ആഹാരത്തിന്റെ പങ്ക് കൊടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. നന്ദൻ അതിന്റെ ആവശ്യമില്ല. ഇങ്ങോട്ട് സ്നേഹം കാണിക്കുമ്പോൾ അത് തിരിച്ചു കാണിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണം. സോറി പ്രിയചേട്ടാ. മോഹൻ, എന്നോട് കരുണാകരൻ സാറ് കാണിച്ചത് അനീതിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ ദേഷ്യം നീ കരുണാകരൻ സാറിനോട് തീർക്ക്. നന്ദൻ സാർ, എനിക്ക് തരൂ ഉണ്ണിയപ്പം. പിന്നെന്താ, നിങ്ങക്ക് തരാൻ വേണ്ടി അത് കൊണ്ടുവന്നത്. എടുത്തു. എന്ത് സ്വാദാ. എന്റെ അമ്മ എന്തോ ഉണ്ടാക്കിയാലും നല്ല സ്വാദം വേണം. നീ പറഞ്ഞ കറക്റ്റാ, സൂപ്പർ ടേസ്റ്റാ. എന്താ, എനിക്ക് പാൽപ്പായസവും വേണം. എനിക്കും വേണം. ഗ്ലാസ് ഉണ്ടോ? കയ്യിലൊഴിച്ചാ മതി. എനിക്ക് അല്ല, ഷുഗർ ഉള്ളവർക്ക് പായസം കഴിക്കാമോ? ഷുഗർ വന്ന് ചത്താലും വേണ്ടില്ല. ജയന്തി, ഈ പാൽപ്പായസം ഉണ്ണിയപ്പം കഴിച്ചില്ലെങ്കിൽ നന്ദനൊരു നഷ്ടവുമില്ല. നഷ്ടം നിനക്കാ. എനിക്ക് വേണം.
ഇങ്ങനെ വേണ്ടത്. നന്ദനും നമ്മളിൽ ഒരാളാ. നിങ്ങളെല്ലാരും എന്നോട് കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ, അത് നന്ദനോടും കാണിക്കണം. ശ്ശോ. 15,000 രൂപ ഞാൻ എവിടുന്ന് ഉണ്ടാക്കാനാ? ആരോട് ചോദിക്കാനാ? ജെനിഫറിന് ജോലിയില്ല, ആയിഷ സ്റ്റുഡന്റാ. ശമ്പളം കിട്ടിയത് മുഴുവൻ പാറു വീട്ടിലേക്ക് അയച്ചിട്ടുണ്ടാവും. കയ്യിലൊന്നും മിച്ചമുണ്ടാവില്ല. 15,000 രൂപ തിരിച്ചടച്ചില്ലെങ്കിൽ എന്റെ ഫോട്ടോസ് ചീത്തയായി മോർഫ് ചെയ്തിട്ട് അവരെല്ലാവർക്കും അയച്ചു കൊടുക്കും. കാണുന്നവർക്ക് അത് സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യും. അതിലും ഭേദം ചത്തു കളയുന്നതാ. എന്താ ഇപ്പൊ ചെയ്യാ? ഇല്ല മമ്മി, ഞാൻ കഴിച്ചില്ല. എനിക്ക് കുറച്ച് മെയിൽ അയക്കാനുണ്ടായിരുന്നു. ഞാനിപ്പോ ഫ്രീ ആയതേ ഉള്ളൂ. കഴിക്കാൻ ക്യാൻറ്റീനിലേക്ക് പോവാ. മുക്തിയോട് ചോദിച്ചാലോ? ചോദിച്ചാൽ അവള് തരും. 15,000 രൂപയൊക്കെ അവൾക്ക് ചെറിയ എമൗണ്ട് അല്ലേ? എന്താവശ്യം ഉണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കരുതെന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടുമുണ്ട്. ചോദിച്ചു നോക്കാം. ഒരിക്കലും നമ്മൾ അവളോട് അടുപ്പം കാണിക്കരുത്. ഞാൻ പറയുന്നതിനോട് യോജിപ്പുണ്ടെങ്കിൽ എന്റെ കയ്യിൽ കൈവയ്ക്ക്. വേണ്ട, മുക്തിയോട് ഞാൻ കടം വാങ്ങുന്നത് പാറുവിനും ആയിഷയ്ക്കും ജെനിഫറിനും ഒന്നും ഇഷ്ടാവില്ല. വേറെ വിശേഷമൊന്നും ഇല്ല മമ്മി. ഞാൻ നാളെ ഈവനിങ് വിളിക്കാം. മീര, കുറച്ചു ദിവസമായി മീര എപ്പോ നോക്കിയാലും ഒറ്റക്കിരിപ്പാണല്ലോ. മനസ്സിലെ കവിതയും കഥയൊന്നുമില്ലെന്ന് മീര പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും എപ്പോഴിങ്ങനെ ഒറ്റക്കിരുന്ന് ആലോചിക്കുന്നത് കാണുമ്പോ സത്യം പറ മീര, നല്ല പ്രേമത്തിലും ചെന്ന് കുടുങ്ങിയോ? പ്രേമോ? എനിക്കോ? ആ, നല്ല കഥ. അതെന്താ, നിനക്ക് പ്രേമിക്കാൻ പാടില്ലേ? നീ എന്താ വലിയ അമ്മുമ്മയായോ? ഈ പ്രായത്തില് പ്രേമിച്ചില്ലെങ്കി പിന്നെ ഏത് പ്രായത്തിലാ? പ്രേമിക്കാൻ പ്രായം അനുകൂലമായ മാത്രം പോരാ, അതിനു പറ്റിയൊരു മനസ്സും ഉണ്ടാവണം. ഒരുങ്ങുന്ന മനസ്സിലേക്ക് പ്രേമത്തെക്കുറിച്ചുള്ള ചിന്തയൊന്നും കടന്നു വരില്ല മുക്ത. അതൊക്കെ മുക്തയെ പോലെ ഭാഗ്യം ചെയ്തവർക്ക് പറഞ്ഞിട്ടുള്ളതാ. നിരാശയും സങ്കടമൊക്കെ ആണല്ലോ മീരയുടെ വാക്കുകളില്. എന്തു പറ്റി? ഒന്നുമില്ല, ഞാൻ വെറുതെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറയ്. എന്നെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്നതാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. അതെനിക്ക് പറഞ്ഞു, നമ്മള് ഫ്രണ്ട്സ് അല്ലേ, മടിക്കണ്ട. പറഞ്ഞു. എനിക്ക് എന്താ ആലോചിക്കുന്നേ?